യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു ദിവസം ഒരാൾ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ അയാളിൽ, ആ കുടുംബത്തിൽ, ആ വ്യക്തിയിൽ ആദ്യം സംഭവിക്കുന്നത് ആ വചനത്തിൻ്റെ ശക്തിയും അനുഗ്രഹവും ആ വ്യക്തിയിലും കുടുംബത്തിലും വന്ന് നിറയാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിൻ്റെ ശക്തിയും അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ വന്നു നിറയാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടും രണ്ട് വഴിക്ക് പോയാൽ അനുഗ്രഹമില്ല. വചനം കേൾക്കുമ്പോൾ ഒരാശ്വാസം മാത്രമേ തോന്നുന്നുള്ളെങ്കിൽ അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. വചനം കേൾക്കുമ്പോൾ ആ വചനം വിശ്വസിച്ചു തുടങ്ങണം, ആ വചനത്തിനനുസരിച്ച് പ്രത്യാശിച്ചു തുടങ്ങണം. രണ്ടും ഒരേ വഴിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ഇന്ന് സംഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് കേൾക്കുന്ന വചനമാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-28 വാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-28 വാക്യങ്ങൾ വായിക്കാം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെ ദൈവത്തിനറിയാം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെ ദൈവം അറിയുന്നുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളെ ദൈവത്തിനറിയാം. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ദൈവത്തിനറിയാം. ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഒത്തിരി ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ടെൻഷനാകുന്നത് എന്ന് ദൈവത്തിനറിയാം. നിങ്ങളുടെ ഇന്നനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ആഴം ദൈവത്തിനറിയാം. നിങ്ങൾ കടന്നു പോകുന്ന ഒറ്റപ്പെടലിൻ്റെ വേദന ദൈവത്തിനറിയാം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം. നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ദൈവത്തിനറിയാം. നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ ദുഃഖം എന്താണെന്ന് ദൈവത്തിനറിയാം. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയം ദൈവത്തിനറിയാം. ഇത്രയും പ്രായമായി വിവാഹം നടന്നില്ലല്ലോ, ദൈവത്തിനതറിയാം. ഇത്രയൊക്കെ പഠിച്ചു, ജോലി ആയില്ലല്ലോ, ദൈവത്തിനതറിയാം. അറിയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അധികം വൈകാതെ, അധികം താമസിയാതെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എത്തുമെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിനറിയാം. അടുത്ത വാക്യം, 28-ാമത്തെ വാക്യം, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ. ദൈവവചനം കേൾക്കുന്നവരിലേക്ക് ദൈവം അയക്കുന്ന ഒന്നാണ് ജീവൻ, നിത്യജീവൻ നൽകുന്നു. അടുത്ത ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള ഒരു വാക്കാണ്. എനിക്കവയെ അറിയാം, അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഒരു കാരണവശാലും എന്തു പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ഒറ്റപ്പെടലുകൾ, തിക്താനുഭവങ്ങൾ എത്ര ഉയരത്തിലത് വന്നാലും, എത്ര കട്ടിയായ വിധത്തിലത് വന്നാലും അവ നശിച്ചു പോവുകയില്ല. ചില പരീക്ഷണങ്ങൾ പോലൊക്കെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. ബൈബിൾ പറയുന്നു, എൻ്റെ സ്വരം ശ്രവിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കാണുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾ ഒരിക്കലും തകർന്നു പോവുകയില്ല, നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവുകയില്ല, നശിച്ചു പോവുകയില്ല.
അടുത്ത വാക്യമാണ്, അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. പിടിച്ചെടുക്കുക, തട്ടിയെടുക്കുക, അവിടുന്ന് അടർത്തിക്കൊണ്ട് പോവുക എന്നൊക്കെ പറയും. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെ ആ അനുഗ്രഹത്തിൽ നിന്ന്, ആ ഒരു നന്മയിൽ നിന്ന്, ഐശ്വര്യത്തിൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല. ആ വാക്കുകളൊക്കെ പല പ്രാവശ്യം ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമാണ്. ഒരിക്കൽ കൂടി ആ വാക്യങ്ങൾ കേട്ടെ. ഒരിക്കലും നശിച്ചു പോവുകയില്ല. ആര്? എൻ്റെ സ്വരം ശ്രവിക്കുന്നവർ. അടുത്ത ഗുണം, നേട്ടം, ആരും എൻ്റെ അടുക്കൽ നിന്ന് പിടിച്ചെടുക്കുകയുമില്ല. പലരും പല സാഹചര്യങ്ങളും പല തിന്മയുടെ സ്വാധീനങ്ങളും അന്ധകാര സ്വാധീനങ്ങളും നമ്മളെ പിടിച്ചെടുക്കും, തലമുറയെ പിടിച്ചെടുക്കും, വഴി തെറ്റിച്ചു വിടും, നശിപ്പിക്കാൻ നോക്കും, തകർക്കാൻ നോക്കും. എത്തേണ്ട സ്ഥാനത്ത് അവരെത്താതിരിക്കാൻ എല്ലാ അധ്വാനവും നടത്തും. എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ, എല്ലാ വശങ്ങളും അവർ ചിന്തിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരുവാണ്. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നവരെ ആ ഒരു നന്മയിൽ നിന്ന്, ആ ഒരു അനുഗ്രഹത്തിൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല. ആർക്കും നശിപ്പിക്കാൻ കഴിയുകയില്ല, ആർക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളിൽ കുറച്ചുകൂടെ ആഴപ്പെടട്ടെ. ഈ വചനത്തിൻ്റെ അനുഗ്രഹം കുറച്ചുകൂടെ ബലപ്പെടട്ടെ നിങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ ശക്തമായി വിശ്വസിച്ചു തുടങ്ങണം, ഈ വചനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കുമെന്ന്. ശക്തമായി വിശ്വസിച്ചു തുടങ്ങുക, ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങുക, ശക്തമായി ആരാധിച്ചു തുടങ്ങുക. നശിച്ചു പോവുകയില്ല, ആരും പിടിച്ചെടുക്കുകയുമില്ല. അങ്ങനെയെങ്കിൽ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങളോട് ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ വിശ്വാസത്തോടെ പറയാം, നിങ്ങൾ കേൾക്കുന്ന ഈ വചനം ഒരിക്കലും ഒരു നഷ്ടത്തിലേക്കല്ല ചെല്ലുന്നത്. ഒരിക്കലും ഒരു ഉപകാരമായില്ല, ഒരു പ്രയോജനപ്പെട്ടില്ല എന്ന് പറച്ചിലിലേക്കല്ല ഇത് ചെല്ലുന്നത്. പിന്നെയോ അത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരനുഗ്രഹത്തിന് കാരണമാകത്തക്ക വിധം ആ വചനങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു സൗഖ്യം ഉണ്ടാകത്തക്ക വിധം, ഒരത്ഭുത വിടുതൽ ഉണ്ടാകത്തക്ക വിധം നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. പ്രത്യേകം ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചനം കേട്ട കുടുംബത്തെ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കണമേ. ഞങ്ങളൊരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കുന്നവരെ അങ്ങയുടെ സംരക്ഷണത്തിൽ ഉറപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം കേൾക്കുന്നവരെ അങ്ങ് നന്മയുടെ തീരത്തേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി. രോഗികളായവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ അന്ധകാരത്തിൻ്റെ പിടിയിലായിരുന്നവരെ അവരെ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ആ കുടുംബത്തിൽ, വ്യക്തിയിൽ നിഴലിച്ചു വരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അത്ഭുത വിടുതൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നന്മകൾ വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരാത്ത വിധം, ഒരു തിന്മയും ലെവലേശം തൊടാത്ത വിധം ദൈവമേ വേലി കെട്ടി എന്നതുപോലെ തിന്മയുടെ സ്വാധീനങ്ങൾ നീ വചനശക്തിയിൽ സംരക്ഷിക്കണമേ. എല്ലാ ആപത്തപകടങ്ങളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും ആരോഗ്യവും നൽകണമേ. സമ്പത്തോ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നിയോഗം വെച്ച് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നന്ദി അറിയിക്കുന്നു. മറക്കാതെ ഈ ദിവസത്തെ ശുശ്രൂഷകളും ശ്രദ്ധയിൽ ഇരിക്കട്ടെ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ, അയൽവക്കങ്ങളിൽ, അടുത്തും അകലെയുമായിരുന്ന് വചനം കേൾക്കുന്ന സകലരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം ഒരു വഴിക്ക്, എൻ്റെ ചിന്തകളും ആലോചനകളും മറ്റൊരു വഴിക്ക്, അങ്ങനെ രണ്ടും രണ്ട് വഴിക്ക് പോയാൽ ഇതിനകത്ത് അത്ഭുതങ്ങളില്ല.
രണ്ടും ഒരു വഴിക്ക്. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു വഴിക്ക്, അങ്ങയുടെ വചനത്തിൻ്റെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു വഴിക്ക് ഞങ്ങളായിരിക്കുന്നു. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ, കാത്തുകൊള്ളണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈ വചനം സാധ്യമായ എല്ലാവരിലേക്കും എത്തിക്കുക. ഈ വചനത്തിലൂടെ ഒരു അനുഗ്രഹം ലഭിക്കുമെന്ന് ഉറപ്പിച്ചു കൊള്ളുക. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം, വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും ഉള്ളം കയ്യിലെന്ന പോലെ അത്ഭുതകരമായി സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ.